ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നോമ്പൊക്കെ വരാനായില്ലേ. അപ്പം നമുക്കൊരു ഡീപ്പ് ക്ലീനിങ് അത്യാവശ്യമാണല്ലോ. അപ്പോൾ നമ്മളതിൽ നനച്ചുള്ളി എന്ന് പറയും. അപ്പം നിങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തോ? ഞാനിതാ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു കേട്ടോ. എന്താണെന്നറിയോ, നോമ്പാവണേൻ്റെ മുന്നേ പതുക്കെ 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 ചെയ്യാമെന്ന് ഞാൻ ഒരാൾ തന്നെ ഉള്ളൂ ചെയ്യാൻ. അപ്പം ഞാൻ പതുക്കെ പതുക്കെ ഓരോ സ്ഥലമായിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ റൂമായിട്ട് ക്ലീൻ ചെയ്തിരുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ നോമ്പിന് ഞാനിവിടെ ഇല്ലാത്ത കാരണം എൻ്റെ റൂം ക്ലീൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പോഴല്ല വന്നത്. അപ്പോൾ വന്നപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ്ങിനുള്ള എല്ലാ സാധ്യതയും എൻ്റെ റൂമിൽ കണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായി കണ്ടിട്ട് എന്താ ഇവൾ ഇത്രയും വൃത്തിയില്ലാതായിരുന്നോ എന്നിപ്പോൾ ചിന്തിക്കരുത് കേട്ടോ. അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് പലർക്കും നനച്ചുള്ളി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു പേടിയും ഒരു ദേഷ്യവും, പഠിച്ചവനെ നോമ്പാവാരായല്ലോ, ഒന്ന് നനച്ചുള്ളി നടത്തണമല്ലോ എന്നുള്ളൊക്കെ ചിന്താവും. പക്ഷെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. അത് നമ്മളെല്ലാ പണിയൊക്കെ ചെയ്യണ പോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം തന്നെ കേട്ടോ. നമ്മളെ ഇഷ്ടപ്പെട്ട് ചെയ്യുക, അല്ലാതെ കഷ്ടപ്പെട്ട് ചെയ്യല്ല. ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് നമ്മൾ ചെയ്യേണ്ടതാണ്, നമുക്ക് ചെയ്താൽ നല്ലതാണ് എന്നുള്ളൊരു മനോഭാവത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പണിയും റിസ്ക് ഇല്ലാതെ ചെയ്ത് തീർക്കാം. അപ്പോൾ അതുപോലത്തെ ഒന്നാണ് ഈ നനച്ചുള്ളി. നമ്മളെ വീട്, നമ്മളെ സ്വന്തം വീട് നമ്മൾ വൃത്തിയാക്കുന്നു എന്ന് ഉള്ളൊരു ചിന്ത മതി കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, നമുക്ക് നോമ്പിൻ്റെ കുറച്ച് മുന്നേ ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ നമുക്ക് വീട് മുഴുവൻ ഡീപ്പ് ക്ലീനിങ് ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ളതാണ് മടി പറ്റ അങ്ങോട്ട് ഒഴിവാക്കുക. ഇക്കാര്യത്തിൽ മടി പറ്റ ഒഴിവാക്കുക, അതാവും നല്ലത്. സമയം പോലെ ടൈം എടുത്ത് പതുക്കെ ചെയ്താൽ മതി. എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കണമെന്നോ ഒന്നുമില്ല കേട്ടോ. ചിലരെന്താ ചെയ്യുക, ഈ നനച്ചുള്ളി എന്ന് പറയുമ്പോൾ രാവിലെ അങ്ങോട്ട് തുടങ്ങിയിട്ട് വൈകുന്നേരം വരെ അങ്ങോട്ട് നനച്ചുള്ളിയുടെ നടത്തും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ഭക്ഷണം ഉണ്ടാക്കലും പിന്നെ ഭക്ഷണം കഴിക്കലും പിന്നെ അതുപോലെ നമ്മളെ നിസ്കാരങ്ങളും ഒക്കെ അവിടെ അങ്ങോട്ട് ഒഴിവാവും. അപ്പോൾ അത് കലാവും. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഒഴിവായാൽ അത് ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ അതിന് പകരം രാവിലെ നേരത്തെ 10 മണിയാകുമ്പോഴത്തേക്കും നമ്മളെ ഫുഡ് ഉണ്ടാക്കലൊക്കെ പരിപാടികൾ തീർക്കുക, എന്നിട്ട് ഇതിന് നിൽക്കുക. അപ്പോൾ എന്നിട്ട് ഓരോരോ ഭാഗങ്ങളായിട്ട് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മളെ കുളിയും കഴിഞ്ഞ് നമുക്ക് ഫുഡും കഴിക്കുക. അതേപോലെ നമ്മൾ നിസ്കാരവും നിസ്കരിക്കുകയും ചെയ്യാം. അതിനൊക്കെ പുറമെ നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്ക് ക്ഷീണവും വേദനയും പുറം വേദനയും കാലുവേദനയും ഊരവേദനയും ഒക്കെ വരും. പിന്നെ അതേപോലെ തന്നെ നേരം തെറ്റിയുള്ള കുളിയൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് നീരിറക്കും, അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ സമയം പോലെ ചെയ്ത് തീർത്താൽ മതി നമ്മളെ വീട്ടിലെ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ റൂം തന്നെ ആദ്യം തുടങ്ങിയിട്ടാണ്. നമ്മളിപ്പോൾ മാറാലൊക്കെ തട്ടുമ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും മാറാല ഒറ്റയടിക്ക് തട്ടരുത്. നമ്മൾ ഏത് റൂമാണോ വൃത്തിയാക്കാൻ നിൽക്കുന്നത് ആ റൂം ആദ്യം ക്ലീൻ ചെയ്യുക. അപ്പോൾ എൻ്റെ റൂമിൻ്റെ റേക്കിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് കേട്ടോ. മാറാലയും പിന്നെ അങ്ങനെ എന്തൊക്കെയോ കച്ചറകൾ അവിടെ ഉണ്ട്. അത് കുറേ ആയല്ലോ ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ആ റേക്കിൻ്റെ മുകളിലുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും ഒക്കെ താഴത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ ശേഷം ഞാൻ അടിച്ചു വരാൻ നിന്ന്. മാസ്ക് ഇടാത്ത കാരണം മൂക്കിൽ അലർജി പ്രശ്നമുള്ള കാരണം സീനാവോന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മോൻ്റെ അതിൻ്റെ അടിയിൽ വന്ന് നിൽക്കണം. അപ്പോൾ ഓനോട് മാറാനൊക്കെ പറയാണ് കേട്ടോ. അത് നിങ്ങൾ വിഷയമാക്കണ്ട കേട്ടോ. ഓൻ പിന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മളൊട്ടിട്ടല്ലേ നമ്മളെ മക്കളുണ്ടാവുള്ളൂ. അവരോട് എത്ര പുറത്തേക്ക് പോകാൻ പറഞ്ഞാലും ഒരു നമ്മളൊട്ടിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ റേക്കിൻ്റെ മുകളൊക്കെ നല്ലോണം ഒന്നുകൊണ്ട് അടിച്ചു വരിയിട്ട് ആദ്യം തന്നെ. പിന്നെ എൻ്റെ ഫാനുമൊക്കെ നോക്കിയപ്പോൾ ഫാനുമ്മലും അതേപോലെ പൊടിയൊക്കെ ഉണ്ട്, പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചൊരു തട്ടിക്കൊട്ടിന്ന് ഫാന് ലൈറ്റിൻ്റെ ആ ഭാഗത്തുള്ളത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ മാറാലൊക്കെ ഒന്ന് തട്ടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എന്താ ചെയ്തത്, നമ്മൾ വൃത്തിയാക്കി റേക്കില്ലേ, ആ റേക്ക് ഞാനൊന്ന് വെള്ളം കൊണ്ട് തുടച്ചെടുത്ത്. ഒരു കുറേ പൊടിപടലങ്ങളും പിന്നെ മാറാലൊക്കെ ഉണ്ടായിരുന്നതല്ലേ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്നിട്ട് തുടച്ചെടുത്ത് വെള്ളം കൊണ്ട്. എന്നിട്ട് ആദ്യം ഒരു വെള്ളം കൊണ്ട് തുടച്ച് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും വെള്ളം മാറ്റിയിട്ട് പിന്നെയും ഒന്ന് വൃത്തിയിലൊന്ന് തുടച്ചെടുത്ത്. അപ്പോൾ തന്നെ റേക്ക് കാണാനൊരു വൃത്തിയും വെടുപ്പമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ ഒരു മൂലക്ക് മുതൽ അടുത്ത മൂല വരെ തുടക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വൃത്തിയാക്കുമ്പോഴൊക്കെ നമ്മളെ
ശരീരവും ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിപ്പോൾ ആ ലേഡറിപ്പോൾ കയറുമ്പോൾ എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും മടിയില്ല, ഭയമില്ല, അങ്ങനെ ഒരു ഇതിൽ അങ്ങോട്ട് കയറി അങ്ങോട്ട് ചെയ്തതാട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാനും ഒന്ന് ഫാനൊക്കെ തുടച്ചെടുത്തപ്പോൾ നല്ല ക്ലീനായിട്ടാണ്. അപ്പോൾ ആ ഫാനിൻ്റെ പണിയും റേക്കിൻ്റെ പണിയും കഴിഞ്ഞു. അതിൻ്റെ ഇടക്കാണ് പിന്നെ ഞാൻ എന്താ പറയുക, എൻ്റെ കറി തിളച്ച് വന്നിരുന്നു. കറിയുടെ പണി അവിടെ കിടന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ കറിയൊക്കെ ഇട്ടിട്ടതിൻ്റെ ശേഷമാണ് ഞാൻ പണിയെടുക്കാൻ പോയത്. ക്യാരറ്റും കുറുക്കിയും മുറിച്ച് വെച്ചിരുന്നു നേരത്തെ, അത് ഞാൻ അടുപ്പത്തിട്ട് വെച്ചിട്ട് അത് മൂടി വെച്ചിട്ട് പോയിട്ടാണ്.